Hello students, Assalamu alaikum. Welcome to Russia 7 Max. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നിങ്ങളുടെ ഈ വർഷത്തെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സാമ്പിൾ പേപ്പർ. ഓക്കെ, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ഓഫ് ദ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുടർന്ന് പോകുന്നത്. So students, let us move to the 28th question from your section B. 1 plus sine square alpha is equal to 3 sin alpha cos alpha. Then the values of cot alphas are dash. That is cot alpha യുടെ വാല്യൂസ് നിങ്ങൾക്ക് രണ്ടെണ്ണം വീതമാണ് ഓരോ ഓപ്ഷനിലും തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് രണ്ട് പെയർ ഓഫ് വാല്യൂസ് നമ്മുടെ കോട്ട് ആൽഫയ്ക്ക് വരാം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 1 plus sin square alpha എന്ന് പറയുന്ന ആൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് കൊടുത്തിട്ടാണ് എനിക്ക് കോട്ട് ആൽഫയുടെ വാല്യൂ വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഈ 1ന് പകരം അക്കോർഡിംഗ് ടു വൺ ഓഫ് ദ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. ഓക്കെ, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫയ്ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1ന് പകരം അവരെ കൊടുക്കാം, പ്ലസ് ബാക്കിയുള്ളത് അതേപോലെ സൈൻ സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 3 സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, അങ്ങനെയാണെങ്കിലും ഞാൻ നോക്കുമ്പോ 1 sin square alpha plus 1 sin square alpha is equal to what? 2 sin square alpha. പിന്നെ ഇവിടെ ആരുണ്ട്? ഒരു -3 cos alpha ഇനി ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ദാറ്റ് ഈസ് ഇവിടെ വരുമ്പോൾ അത് -3 sin alpha cos alpha ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. പ്ലസ് what? cos square alpha is equal to 0. ഓക്കെ, ആ സൈഡിലുള്ള എല്ലാവരും ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ എന്തായിട്ട് മാറി? ഈ സൈൻ സ്ക്വയർ ആൽഫയുടെ കൂടി ഇത് 2 സൈൻ സ്ക്വയർ ആൽഫ ആയിട്ട് മാറി. ഇവിടുത്തെ 3 സൈൻ ആൽഫ കോസ് ആൽഫ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -3 സൈൻ ആൽഫ കോസ് ആൽഫ ആയിട്ട് മാറി. പ്ലസ് ഇവിടെ ഒരു കോസ് സ്ക്വയർ ആൽഫ ഉണ്ട്, അത് അതേപോലെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഇനി ചെയ്യുന്നത് ഇവിടെ നോക്കുക. 2 സൈൻ സ്ക്വയർ ആൽഫ അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഈ -3 സൈൻ ആൽഫ കോസ് ആൽഫ, ഇപ്പൊ ഇത് -3 സൈൻ ആൽഫ കോസ് ആൽഫയ്ക്ക് പകരം ഞാൻ x എന്നാണ് എഴുതിയിരുന്നെങ്കിലോ എനിക്ക് ഇതിനെ -2x അതേപോലെ -x എന്ന് എഴുതി കൂടെ എഴുതാം. -2x -x എന്ന് എഴുതാം. ഞാനപ്പോ ഇതിനെ അതേ രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതിയാണ്. ദാറ്റ് ഈസ് -2 സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ? എക്സിന് പകരമാണ് ഇവിടുത്തെ സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പൊ ഞാൻ അതിന് പകരം എക്സ് എടുത്ത് നോക്കിയാൽ എനിക്ക് ഇതിനെ -2x -x എന്ന് എഴുതാമെങ്കിൽ ഇതിന് എനിക്ക് -2 സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ബാക്കിയുള്ളത് അതേപോലെ എഴുതാം. പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? 0. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ ഇവർ രണ്ടുപേരെ മാത്രം കൺസിഡർ ചെയ്യാണ്. ഇവർക്ക് രണ്ടുപേർക്കും 2 കോമൺ ഉണ്ട്. സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്, ഇവിടെ സൈൻ ആൽഫ ഉണ്ട്. 2 സൈൻ ആൽഫ എനിക്ക് കോമൺ എടുക്കാം. 2 സൈൻ ആൽഫ ഞാൻ ഇനി പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ അവിടെ ലെഫ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ നിന്നും 2 സൈൻ ആൽഫ പോയി. ഇനി അവിടെ സൈൻ സ്ക്വയർ ആൽഫയിലെ ഒരു സൈൻ ആൽഫ ഉണ്ട്, അതേപോലെ മൈനസ് സൈൻ അതേപോലെ ഉണ്ട്. ഇവിടെ നിന്നും 2 സൈൻ ആൽഫ പോയി. ഇനി അവിടെ ആര് മാത്രമേ ഉള്ളൂ? കോസ് ആൽഫ മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നിന്ന് എനിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് ആരെയാണ്? ചിന്തിച്ചു നോക്കാം. ഇവിടെ കോസ് ആൽഫ, ഇവിടെ കോസ് സ്ക്വയർ ആൽഫ. സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ നിന്നും കോസ് സ്ക്വയർ ആൽഫ ആണ്. ഞാൻ ഇവിടെ സൈൻ ഇട്ടില്ല, അത് പറഞ്ഞുതരാം എങ്ങനെയാണ്. കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞ ആളെ എനിക്ക് പുറത്തേക്ക് എടുക്കാണ്. ഞാൻ കോസ് സ്ക്വയർ ആൽഫയെ പുറത്തേക്ക് എടുത്താൽ എനിക്ക് അവിടെ കിട്ടാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് എടുത്തെങ്കിൽ എനിക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഉത്തരം എങ്ങനെയാണ്? -സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എനിക്ക് എങ്ങനെ വരും? ദാറ്റ് ഈസ് കോസ് ആൽഫ സൈൻ ആൽഫ എന്നാണ്. ആക്ച്വലി എനിക്ക് ഇവിടെ സൈൻ ആൽഫ കോസ് ആൽഫ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് നെഗറ്റീവ് കോസ് സ്ക്വയർ ആൽഫയാണ്. ഓക്കെ, കോസ് സ്ക്വയർ ആൽഫ അല്ല, കോസ് ആൽഫയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അകത്ത് വരുന്നത് ആരായിരിക്കും? ചിന്തിച്ചു നോക്കാം. ഇവിടുന്ന് കോസ് ആൽഫ പോയാൽ പിന്നെ കോസ് ആൽഫ പോയാൽ പിന്നെ അവിടെ ഉള്ളത് പോസിറ്റീവ് സൈൻ ആൽഫ ആണ്. ഇവിടെ നിന്നും കോസ് ആൽഫ പോയാൽ പിന്നെ അവിടെ ഉള്ളത് കോസ് ആൽഫയാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഈ രണ്ട് ടേംസിനും ആരൊക്കെ? ഇവർക്ക് രണ്ടുപേർക്കും ആര് കോമൺ ഉണ്ട്? സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറയുന്നത് കോമൺ ഉണ്ട്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് കോമൺ ദേർ. സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് കിട്ടും ഇൻടു ബാക്കി എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്? 2 സൈൻ ആൽഫ കോസ് ആൽഫ.
ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടിയത് രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഈക്വൽ ടു 0 എന്നാ. അതിന്റെ അർത്ഥം ഒന്നുകിൽ ഇയാൾ 0 അല്ലെങ്കിൽ ഇയാൾ 0 അല്ലെങ്കിൽ രണ്ട് പേരും 0. ദാറ്റ് ഈസ് ദ ഐഡിയ. അപ്പൊ ഞാൻ ആദ്യത്തെ ആളിന് 0 എന്ന കണ്ടീഷൻ എടുത്താൽ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ആൽഫ അപ്പുറത്തേക്ക് പോകുമ്പോൾ വിൽ ബിക്കം പ്ലസ് കോസ് ആൽഫ. ഇനി ഞാൻ എന്താണ് എനിക്ക് കോട്ടിന്റെ വാല്യൂ വേണ്ടത്. സോ ഞാൻ ഇങ്ങനെ എന്തെടുക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈ സൈൻ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടും കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണ് കോസ് ആൽഫ ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, കോട്ട് ആൽഫയുടെ ഒരു വാല്യൂ കിട്ടി. ബട്ട് നമുക്കിവിടെ ഇവരുടെ പ്രോഡക്റ്റ് ആണ് 0. അപ്പൊ ഒന്നെങ്കിൽ ഇയാൾ 0 അല്ലെങ്കിൽ ഇയാൾ 0. അപ്പൊ ഇതിന്റെ പോസിബിലിറ്റി നമുക്ക് കളയാൻ പറ്റില്ല അവിടെ. സോ 2 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ കൊടുക്കുമ്പോ ഇവിടെ എനിക്ക് 2 സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ആൽഫ അപ്പുറത്തേക്ക് പോകുമ്പോൾ വിൽ ബിക്കം പ്ലസ് കോസ് ആൽഫ. ഇനി ഞാൻ കോസിനെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 2 എന്നുള്ള രീതിയിൽ കിട്ടും. വാട്ട് ഈസ് കോസ് ആൽഫ ബൈ സൈൻ ആൽഫ? അത് കോട്ട് ആൽഫ ആണ്. സോ കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 2 എന്നാണ് എനിക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ കോട്ട് ആൽഫ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ എനിക്ക് എത്ര ഉത്തരങ്ങൾ കിട്ടി? 2 പേരെയാണ് കിട്ടിയത്. ദാറ്റ് ഈസ് 1 and 2 and that is your option. നിങ്ങളുടെ ഓപ്ഷനിൽ ഈ രണ്ട് നമ്പേഴ്സ് വരുന്ന ഒരു പെയർ ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി there 1, 2. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്തു പഠിക്കുക. So the next question is a 29th question from your sample paper. The vertices of a parallelogram in order are A 1 2, B 4 y, C xx and D 3 5. Then xy, the coordinates xy, that is ഇവിടുത്തെ x കോർഡിനേറ്റും ഇവിടുത്തെ y കോർഡിനേറ്റും ആയിട്ടുള്ള ഓർഡേർഡ് പെയർ ഏതാണെന്നാണ് നമ്മളോട് അവര് ചോദിക്കുന്നത്. ഓക്കെ, സോ ദ ഐഡിയ ഇസ് ദിസ്. പാരലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. പാരലോഗ്രാമിനെ സംബന്ധിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ ഇക്വാലിറ്റി ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി ചെയ്താലും ഉത്തരം കിട്ടും. ബട്ട് ദാറ്റ് ഷുഡ് ബി ലെങ്തി, കുറച്ച് ലെങ്തി ആണ് സംഭവം. പക്ഷേ നിങ്ങളുടെ MCQ ആണ്, 1 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ എന്തെങ്കിലും ചെറിയൊരു ടിപ്പോ ട്രിക്കോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടാമായിരിക്കണം അല്ലേ? അപ്പോൾ സൈഡ്സിന്റെ പ്രോപ്പർട്ടി പോട്ടെ, പാരലോഗ്രാമിന്റെ ഡയഗണൽസിന്റെ പ്രോപ്പർട്ടി എന്താണ്? ദേ ബൈസെക്ട് ഈച്ച് അതർ. അവര് രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് ഡയഗണൽസിന്റെ എന്താണ്? മിഡ് പോയിന്റ് ആണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നു, ദാറ്റ് ഇസ് AB അല്ലെ, പോട്ടെ AC എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റ് നോക്കിയാണ്. മിഡ് പോയിന്റ്, ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് AC ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെയാ പറയുന്നത്? ബൈ മിഡ് പോയിന്റ് ഫോം ഞാൻ പഠിച്ചിട്ടുള്ളത് x1 y1, ഓക്കെ, x2 y2, ഈ രണ്ട് പോയിന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഈ രണ്ട് കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റ് എനിക്ക് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് കണ്ടുപിടിക്കാം യൂസിങ് മിഡ് പോയിന്റ് ഫോം. ദാറ്റ് ഇസ് x1 plus x2 by 2, y1 plus y2 by 2. ഇത് വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ എയുടെയും സിയുടെയും മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന O എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് പറയാം 1 plus x by 2, 1 plus x by 2, അതേപോലെ 2 plus 6 by 2, 2 plus 6 is equal to 8, 8 by 2 is equal to 4. This is the coordinates of the point of the midpoint of AC. Next I am going to find the coordinates of the midpoint of BD. Okay, midpoint of BD is equal to the same concept. That is, if x1 y1 and x2 y2 are the coordinates of the points through which a line is drawn, then we can calculate the coordinates of the midpoint of that line segment using midpoint formula അല്ലെങ്കിൽ midpoint form x1 plus x2 by 2, y1 plus y2 by 2. അങ്ങനെയാണെങ്കിൽ ഈ O എന്ന് പറയുന്ന അതേ പോയിന്റിന്റെ തന്നെ കോർഡിനേറ്റ്സ് ഞാൻ ഇവരുടെ ബേസിസിൽ എഴുതുന്നു. ദാറ്റ് ഈസ് 3 plus 4 divided by 2, that is 7 by 2. Okay, next is 5 plus y by 2 എന്നുള്ള രീതി. ഈ രണ്ടും മിഡ് പോയിന്റ് ഓഫ് AC, മിഡ് പോയിന്റ് ഓഫ് BD എന്ന് പറയുന്നത് ആരാണ്? O എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ രണ്ട് കോർഡിനേറ്റ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ അവരുടെ x കോർഡിനേറ്റ്സ് ആർ ദ സെയിം ആൻഡ് their y കോർഡിനേറ്റ്സ് ആർ ദ സെയിം എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് 2 and 2 cancelled each other. 1 plus x is equal to 7 എന്നാണ് കിട്ടുക. And x is equal to 7 minus 1 is equal to 6 എന്നാണ് കിട്ടുക. ഇവിടെ ഞാൻ നോക്കുമ്പോ എനിക്ക് 5 plus y is equal to 8 എന്ന് കിട്ടും. 4 into 2 8 എന്ന് കിട്ടും. And y is equal to 8 minus 5 which is equal to 3 എന്നാണ് കിട്ടുക. എൻ്റെ അടുത്ത് xy എന്ന് പറയുന്ന കോർഡിനേറ്റ്സിന്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത്. x is equal to 6 and y is equal to 3 there. Okay, 6 3 എന്ന് പറയുന്ന ആൻസർ ആണ് ചെയ്തപ്പോൾ കിട്ടിയത്. And that is there in your option, and that is option number A. So students, let us move to the next question. That is the question number 30 from your section B there. In the given figure, angle ACB is equal to angle CDA. ACB, the whole angle is equal to angle CAD അല്ലെങ്കിൽ ADC എന്നാണ് നമ്മൾ പറയുന്നത്. CDA എന്നുള്ള രീതി പറയുന്നു. And AC is equal to 8 centimeter. AD is equal to 3 centimeter. And what is the value of BD there? BD ആണ് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ട്രയാങ്കിൾസ് ആണ് തന്നിട്ടുള്ളത്. ട്രയാങ്കിൾസ് ആകുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണോ, അല്ലെങ്കിൽ ടെൽസ് തിയറം ആണോ, പൈതഗോറസ് തിയറം ആണോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം ആണോ, അതോ ട്രയാങ്കിൾസിന്റെ സിമിലാരിറ്റി ആണോ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ആൻഡ് ഈ ഒരു ക്വസ്റ്റനിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഒന്നും വരുന്നില്ല. സോ പൈതഗോറസ് തിയറം അല്ല. ഒരു സൈഡിന് പാരലൽ ആയി ബാക്കി രണ്ട് സൈഡിൽ കട്ട് ചെയ്യുന്ന രീതിയിലും വരുന്നില്ല. സോ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ല. സോ ഒബ്വിയസ്ലി we have to consider the similarity of any of the triangles given in your figure. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ബി ഡി എന്ന് പറയുന്ന ആളെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഐ എം ഗോയിങ് ടു കൺസിഡർ 2 triangles there. That is the വലിയ ട്രയാങ്കിൾ ആരാണ്? ACB എന്ന് പറയുന്ന ട്രയാങ്കിളെ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ADC അല്ലെങ്കിൽ CAD. ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളെ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇവരുടെ ഒരു പെയർ ഓഫ് ആംഗിൾ ഈക്വൽ ആണ് നമ്മുടെ ക്വസ്റ്റനിൽ തരുന്നുണ്ട്. ദാറ്റ് ഇസ് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ആംഗിൾ CDA എന്ന് തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള കണ്ടീഷനാണ്, ഗിവൺ കണ്ടീഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത് ഇവർക്ക് രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ആരെന്ന് പറയുന്നത് A എന്ന് പറയുന്നത് കോമൺ ആംഗിൾ ആണ്. സോ ആംഗിൾ A is equal to angle A. Why? Common angle. Okay, common angle. So നമുക്ക് രണ്ട് ട്രയാങ്കിൾസിനെ സംബന്ധിച്ച് അവരുടെ രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. That is, they satisfy a similarity criterion there. A similarity criterion. A similarity criterion വെച്ചിട്ട് I can say that these two triangles are similar. Triangle ACB is similar to triangle ADC എന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ സൈഡ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി ഞാൻ എടുത്തു നോക്കുമ്പോൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാറ്. ഓക്കെ, ഈക്വൽ ആയിട്ട് ഉള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ ചെറിയ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഈ ഡി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈഡ് ആരാണ്? AC. ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആരാണ്? C. അതിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? AB ഈസ് ഈക്വൽ ടു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ആളിനെ നോക്കുന്നു. ആരാണ്? രണ്ടാമത്തെ ട്രയാങ്കിൾ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് DC ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആരാണ്? BC ഈസ് ഈക്വൽ ടു. നെക്സ്റ്റ് മൂന്നാമത്തത്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആരാണ്? AD ഡിവൈഡഡ് ബൈ അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? AC. അപ്പൊ ഇതില് എനിക്ക് ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ളവരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോ ACയുടെ വാല്യൂ എന്റെ കയ്യിലുണ്ട് അല്ലെ. ACയുടെ വാല്യൂ എന്റെ കയ്യിലുണ്ട്. എന്താണ് ACയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ? 8 ഡിവൈഡഡ് ബൈ ABയുടെ വാല്യൂ ഇല്ല, ബട്ട് ABയുടെ കുറച്ച് ഭാഗം എന്റെ കയ്യിലുണ്ട്. അതിന്റെ ബാക്കി ഭാഗമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ AB അതേപോലെ തന്നെ നിർത്തിയാണ്. ഈസ് ഈക്വൽ ടു DCയുടെയോ അതല്ലെങ്കിൽ BCയുടെയോ വാല്യൂ എന്റെ കയ്യിലില്ല. സോ ദിസ് റേഷ്യോ ഇസ് നെഗ്ലെക്റ്റഡ്. AD is equal to 3 എന്നുണ്ട് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് AC is equal to 8 എന്നുണ്ട്. സോ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, which implies AB is equal to 64 divided by 3 centimeter എന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആക്ച്വലി ചോദിച്ചിട്ടുള്ളത് ഇതൊന്നുമല്ല, ചോദിച്ചിട്ടുള്ളത് BDയുടെ ലെങ്ത് ആണ്. ബട്ട് BD ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ABയുമായിട്ട് BDയെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് BD എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ലൈൻ സെഗ്മെന്റ് ആണ്. അതായത് എനിക്ക് ഇങ്ങനെ പറയാം, AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു AD പ്ലസ് DB അല്ലെങ്കിൽ BD എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ AB 64 ഡിവൈഡ് ബൈ 3 ഉണ്ട്, AD 3 ഉണ്ട്, BD എനിക്കറിയില്ല. BD ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം?
64 divided by 3 minus 3 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ എഴുതാം, 64 divided by 3 മൈനസ്, ഇവിടെ രണ്ടു പേർക്ക് ഡിനോമിനേറ്റർ സേവ് ആകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മുകളിലും താഴെയും. സോ 9/3 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, 64 minus 9 divided by 3, 64 minus 9 divided by 3 which is equal to 55/3 centimeter. And നിങ്ങളുടെ ഓപ്ഷനിൽ ഫ്രാക്ഷൻ ആയിട്ട് തന്നെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 55/3 is the option, right option there, and it is the option number C there. So moving to the next question, and it is the 31st question. Okay, 31st question ആണ്, and very important question. The equation of the perpendicular bisector of line segment joining the points A45 and B minus 23. That is A45 and B minus 23. ഈ രണ്ട് കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ആ ലൈൻ്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ ലൈൻ്റെ ഇക്വേഷൻ എഴുതൂ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇവർ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഒരു കാര്യം അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും. ദാറ്റ് ഈസ്, ഇപ്പോ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഒരു പോയിന്റ് ആണ് ഞാൻ എന്തെടുക്കുന്നു, P(x(y) എന്നെടുക്കുകയാണ്. ഈ P(x(y) എന്ന് പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അത്? ഈ രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പോയിന്റ് PA is equal to PB, that is ഈ പോയിന്റിൽ നിന്നും എയിലേക്കുള്ള ദൂരവും ബിയിലേക്കുള്ള ദൂരം ഈക്വൽ ആണ്. Why? Because the point lies on the perpendicular bisector. Okay, bisector of the line segment joining the points. ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ് ഈ പോയിന്റ് ലൈ ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് പോയിന്റ് വിൽ ബി ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദീസ് ടു പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റിമാർക്ക് പ്രൊവൈഡഡ് ഇൻ യുവർ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിമാർക്ക് ഉണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ്, രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റിനെ കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഉള്ള പോയിന്റിനെ കണ്ടുപിടിക്കൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ്, ഇത് കുറെ പേര് മിഡ് പോയിന്റ് ഫോം വെച്ചിട്ട് ചെയ്യാറുണ്ട്. മിഡ് പോയിന്റ് ഫോം വെച്ചിട്ടും കറക്റ്റ് തന്നെയാണ്, ബട്ട് ദ കോൺസെപ്റ്റ് ഇസ് ഡിഫറെന്റ് ദെയർ. മിഡ് പോയിന്റ് ഫോം വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ കിട്ടും. ആ പോയിന്റ് ആ ലൈനിലെ തന്നെ പോയിന്റ് ആയിരിക്കും. ദാറ്റ് ഈസ്, ഈ രണ്ട് പോയിന്റ്സിന് കൊളീനിയർ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും കിട്ടുക. അവർ രണ്ടുപേരും മിഡ് പോയിന്റ് ആയിട്ടൊന്ന് വരുമ്പോൾ. ഓക്കെ, ആക്ച്വലി മിഡ് പോയിന്റ് മാത്രമല്ല ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദാറ്റ് ടു പോയിന്റ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവരുടെ ലൈനിൽ കിടക്കുന്ന കൊളീനിയർ ആയിട്ടുള്ള മിഡ് പോയിന്റ് മാത്രമല്ല, അവരുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉള്ള എല്ലാ പോയിന്റ്സും തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എനിക്ക് പറയാം, ഈ P എന്ന് പറയുന്ന പോയിന്റ് ഇസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദാറ്റ് ടു പോയിന്റ്സ്. സോ PA is equal to PB. നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുലയിൽ റൂട്ട് വരുന്നുണ്ട്. സോ ഞാൻ രണ്ട് വർഷത്തെ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാം PA² is equal to PB². അങ്ങനെ ഈ റൂട്ട് ഇല്ലാതെ ഞാൻ ഉത്തരം എഴുതാൻ പോവുകയാണ്. ദാറ്റ് ഈസ് x minus 4 the whole square plus x1 minus x2 the whole square plus y1 minus y2 the whole square. അല്ലാന്നുണ്ടെങ്കിൽ x2 minus x1 the whole square plus y2 minus y1 the whole square. Both of the equations are equivalent. രണ്ട് പേരും ഇക്വലന്റ് ആണ്. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് പേരും ഇക്വലന്റ് ആണ്. x1 minus x2 the whole square is equal to x2 minus x1 the whole square. രണ്ടും സെയിം ആണ്. ബിക്കോസ് a minus b is equal to b minus a അല്ല, ബട്ട് അവരുടെ സ്ക്വയേഴ്സ് ഈക്വൽ ആണ്. ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഇപ്പൊ ഞാൻ 1ൽ നിന്നും 2 കുറയ്ക്കുന്നു, ഞാൻ 2ൽ നിന്നും 1 കുറയ്ക്കുന്നു. 1ൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ എനിക്ക് -1ഉം 2ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 1ഉം ആണ് കിട്ടുന്നത്. ഇവർ രണ്ടുപേരും എന്തല്ല, സെയിം അല്ല, ബട്ട് ഇവരുടെ സ്ക്വയേഴ്സും -1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1, ഇവരുടെ സ്ക്വയേഴ്സ് സെയിം ആണ്. സോ നമ്മുടെ ഓർഡർ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. x1 minus x2 the whole square plus y1 minus y2 the whole square എടുക്കാം, അല്ലെങ്കിൽ x2 minus x1 the whole square plus y2 minus y1 the whole square എടുക്കാം. നോ പ്രോബ്ലം there. രണ്ടായാലും this equation is equivalent, സെയിം തന്നെയാണ്. So x minus 4 the whole square plus y minus 5 the whole square is equal to, next അവിടേക്ക് നോക്കുക, x minus of -2 will become +2 the whole square plus y minus 3 the whole square. Okay, so I'm going to expand this
xന്റെ സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 പ്ലസ് y സ്ക്വയർ മൈനസ് 10y പ്ലസ് 25. y a minus b the whole square, a minus b the whole square, a square minus 2ab plus b square, a square minus 2ab plus b square is equal to x square plus 4x plus 4, okay, a plus b the whole square plus y square minus 6y plus 9 എന്നുള്ള രീതി കിട്ടും. നിങ്ങൾ രണ്ട് വശത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ x square and y square, x square and x square from both of the sides cancel each other plus y square plus y square cancel each other. ഇനി നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നോ. സോ നമുക്ക് ബാക്കിയുള്ളതിനെ കൂട്ടി നോക്കാം. അപ്പോ മൈനസ് 8x, ഇവിടെ ഒരു മൈനസ് 8x ഉണ്ട്, പ്ലസ് ഒരു മൈനസ് 10y ഉണ്ട്, ഒരു പ്ലസ് 25 ഉണ്ട്, ഈസ് ഈക്വൽ ടു ഇവിടെ എനിക്കൊരു 4x ഉണ്ട്, ഒരു മൈനസ് 6y ഉണ്ട്, പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും സോറി ഇവിടെ 25 മാത്രമല്ല ഒരു 16 ഉണ്ട്. ഓക്കെ, 25 പ്ലസ് 16 ഉണ്ട്, ഈസ് ഈക്വൽ ടു ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു 4x, പിന്നെ ഒരു മൈനസ് 6y, പിന്നെ അതുണ്ട് ഒരു 4 പ്ലസ് 9, ഇത്രയുണ്ട്. ദാറ്റ് ഈസ് അതിനെ ഞാൻ ഒന്നിച്ച് എത്രയെന്ന് എഴുതുന്നു? 4 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 13 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് എല്ലാവരെയും ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. മൈനസ് 8x minus 4x will become minus 12x. okay, minus 10y ഉണ്ട്, ഇവിടെ ആരുണ്ട്? minus 6y, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ plus 6y ആയിട്ട് മാറും. സോ minus 10y plus 6y ആയിട്ട് മാറുമ്പോഴത്തേക്കും നമ്മൾ 10ൽ നിന്നും 6 കുറയ്ക്കുക, അപ്പോൾ എനിക്ക് കിട്ടുന്നത് 4y എന്നാണ്, minus 4y എന്നാണ് കിട്ടുക. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു 16, ഇവിടെ ഒരു 13. സോ 16ൽ നിന്നും 13 പോകുമ്പോൾ പിന്നെ ഒരു 3 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. 3 നമ്മൾ 25ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 28 എന്നാണ്. പ്ലസ് 28 is equal to 0 എന്നുള്ള രീതിയിൽ കിട്ടും. സോ ദ ഇക്വേഷൻ ഇസ് മൈനസ് 12x മൈനസ് 4y പ്ലസ് 28 is equal to 0. ഇവർക്ക് എല്ലാവർക്കും 4 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഓക്കെ, ആൻഡ് യുവർ ഓപ്ഷൻസിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതിനെല്ലാം ഞാൻ -4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? -4 കൊണ്ട് ഞാൻ ഇവരെല്ലാവരും ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാൻസൽ ഈച്ച് അതർ 3x. ഓക്കെ, നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാൻസൽ ഈച്ച് അതർ പ്ലസ് y, 4 ക്യാൻസൽ ആയി പോയി. നെക്സ്റ്റ് ഇത് നെഗറ്റീവ് 7 ആയിട്ട് മാറും, ഈസ് ഈക്വൽ ടു 0 when divided by any number we will get 0. That is, the equation is 3x plus y minus 7 is equal to 0. Yes, that is there in your option and is option D there. Clear? So moving to the next question, and it is the question 32 from your section B of the sample paper, standard sample paper. In the given figure, D is the midpoint of BC. BC യുടെ midpoint ആണ് D. അപ്പൊ അവിടെ വെച്ച് തന്നെ അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താൽ, അങ്ങനെ ഡീറ്റെയിലിംഗ് പ്രൊവൈഡ് ചെയ്താൽ അപ്പോഴേ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് BC. ഓക്കെ, BC യെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? CD ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാൻ പറ്റും, അതേപോലെ BD ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുതണം, D എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണെങ്കിൽ CD ഈസ് ഈക്വൽ ടു BD ആണ്, അതെന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? BC by 2 ഈക്വൽ ആണ്. ഓക്കെ, ഈ രീതിയിൽ കണ്ടീഷൻസ് അവിടെ ഓർത്ത് വെക്കേണ്ടതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്ന കാര്യം തന്നിരുന്നാൽ. നെക്സ്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കോട്ട് y ഡിഗ്രി ഡിവൈഡഡ് ബൈ കോട്ട് x ഡിഗ്രി കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് y ഡിഗ്രി ഡിവൈഡഡ് ബൈ കോട്ട് x ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ y ഡിഗ്രി മെഷർമെന്റ് വരുന്ന ആംഗിൾ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആരാണ്? വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ ACB. ആ ഒരു ട്രയാംഗിളിൽ നിന്നും ഞാൻ കോട്ട് y ഡിഗ്രി കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് കോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും adjacent side divided by opposite side ആണ്. ഓക്കെ, adjacent side divided by opposites. ഈ y ഡിഗ്രി മെഷർമെന്റ് വരുന്ന ആംഗിളിനെ സംബന്ധിച്ച് adjacent side എന്ന് പറഞ്ഞാൽ AC. ഓക്കെ, കോട്ട് y ഡിഗ്രി is equal to AC divided by opposite side ആരാണ്? BC. നെക്സ്റ്റ് എനിക്ക് കോട്ട് x ഡിഗ്രി മെഷർമെന്റ് വരുന്ന ട്രയാംഗിൾ ആരാണ്? ACD. ട്രയാംഗിൾ ACD. ആ ഒരു ട്രയാംഗിളിൽ നിന്നും എനിക്ക് പറയാൻ പറ്റും കോട്ട് x ഡിഗ്രി. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ x ഡിഗ്രി ആംഗിളിനെ സംബന്ധിച്ച് അഡ്ജസന്റ് സൈഡ് ഇസ് AC ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഇസ് CD. നമുക്ക് ഇതിന്റെ റേഷ്യോ ആണ് വേണ്ടത്, അല്ലേ? റേഷ്യോ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് കോട്ട് y ഡിഗ്രി ഡിവൈഡഡ് ബൈ കോട്ട് x ഡിഗ്രി. കോട്ട്
y degree divided by cot x degree is equal to, ഞാൻ റേഷ്യോ എടുക്കുമ്പോൾ AC divided by BC divided by AC divided by CD എന്നാണ് എടുക്കുക. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെസിപ്രോക്കൽ കൊണ്ട് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് AC divided by BC into CD divided by AC. That is denominator റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC and AC cancel each other. എനിക്ക് ഇനി കിട്ടുന്നത് CD by BC എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കി ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയപ്പോ ഈ BC എന്ന് പറയുന്ന ആളിനെ അല്ലെങ്കിൽ CD എന്ന് പറയുന്ന ആളെ എനിക്ക് BC യുടെ ടേംസിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ BC യെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ചിന്തിച്ചു നോക്കുക. BC എന്ന് പറഞ്ഞാൽ ഇസിക്കൽ 2CD എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ CD ഡിവൈഡഡ് ബൈ BC ക്ക് പകരം 2CD എന്ന് എഴുതുന്നു. CD and CD cancel each other, 1/2. Okay, so 1/2 is a numerical value of cot y degree divided by cos x degree of the figure provided in your question. സോ ഇനി നമ്മുടെ ഇനി അടുത്ത വീഡിയോസിൽ ഈ ഒരു ബുക്കിനെ ഞാൻ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്, ഫൈനൽ റിവിഷൻ ഓഫ് ടേം 1. നിങ്ങളുടെ ടേം 1 ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സ് സിലബസിൽ നിന്നും വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. വേറെ 5 സബ്ജക്ട്സിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് മാത്തമാറ്റിക്സിൽ നിന്നും ഉൾപ്പെടുന്ന നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.